ഹലോ വെൽക്കം. ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം അതിലെ അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു 80 എബോവ് മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് ഈ കോഴ്സിനെ കാണാം. നിങ്ങൾ ഈ ക്ലാസ് ഒരു രണ്ട് വട്ടം കേൾക്കുക, എന്നിട്ട് അതിന്റെ PDF മെറ്റീരിയൽ ഒക്കെ ഒരു വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ മനസ്സിൽ നിൽക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിന്റ് വൈസ് ആണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതും ഇതിൽ നമ്മളെ ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതിനെ കാണാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് ഇതിന്റെ ബ്ലോക്ക് 1 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്, അതിലെ യൂണിറ്റ് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്താ, എക്സ്പ്ലെയിൻ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ കെയിം ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കെയറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് എന്താണ് അത് അർത്ഥമാക്കുന്നത്? ടു ഷെയർ. ടു ഷെയർ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്, പങ്കിടുക എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ബൈ വിച്ച്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ചാപ്റ്റർ എന്താ, ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ടച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ആദ്യം ഫസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേഷൻ വന്നത് കമ്മ്യൂണിക്കെയറിൽ നിന്നാണ്, അതിന്റെ അർത്ഥം പങ്കിടുക എന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് യൂസിംഗ് കോമൺ സിസ്റ്റം ഓഫ് സിംബൽസ്, സയൻസ്, ജസ്റ്റിസ് ഓർ ബിഹേവിയർ. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനിഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് തന്നെയാണ് എന്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വിവരങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിക് നീഡ് ഓഫ് ഓൾ ലിവിംഗ് ബീങ്. എല്ലാ ജീവജാലങ്ങളെയും ബേസിക് നീഡാണ് കമ്മ്യൂണിക്കേഷൻ. 3 പോയിന്റ് സിമ്പിൾ ആണ്. അപ്പൊ 1, 2, 3 എന്നീ തന്നെ പഠിക്കണം. കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് എനിക്ക് 7 പോയിന്റ് അറിയാം. എക്സാമിന് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എനിക്ക് 7 പോയിന്റ് അറിയാം. അങ്ങനെ എല്ലാ പോയിന്റും നിങ്ങൾക്ക് ഓരോന്ന് കിട്ടണം. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് പറയാം. നാലാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്ചേഞ്ചിങ് ഇമോഷൻ. കമ്മ്യൂണിക്കേഷൻ ഷെയറിംഗ് ഓഫ് ഇമോഷൻ മാത്രമല്ല, ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്ചേഞ്ചിങ് ഇമോഷൻ, തോട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം എന്തുകൂടിയാണ് നമ്മളെ വികാരങ്ങളും അതുപോലെ തന്നെ നമ്മളെ ചിന്തകളും നമ്മളെ ഇൻഫർമേഷനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതും എന്താണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇവോൾവ്ഡ് ഓവർ എ ലോങ് പീരിയഡ്. കമ്മ്യൂണിക്കേഷൻ പരിണമിച്ചത് ഒരുപാട് മുമ്പ് തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏർലി ഡേയ്സ് ദേ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജസ്റ്റേഴ്സ്, സയൻസ് ആൻഡ് സൗണ്ട്സ്. പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു, സയൻസും ജസ്റ്റേഴ്സും. അപ്പൊ അന്ന് ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ സൗണ്ട്സിനെ കൊണ്ടും ഓരോ ഒച്ച ഉണ്ടാക്കും. അതുപോലെ തന്നെ ജസ്റ്റേഴ്സ്, ആംഗ്യം ഒക്കെ ആയിരുന്നു ആ ഏർലി ഡേയ്സിൽ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ആറാമത്തെ പോയിന്റ് സോ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടഡ് വിത്ത് ഓണോമറ്റോപോയിക് വേർഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെർബൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത്, നമ്മുടെ വാക്കിനെ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് ഓണോമറ്റോപോയിക് വേർഡ്സ്. ഓണോമറ്റോപോയിക് വേർഡ്സ് ആണ് എന്താ, അതായത് ഓണോമറ്റോപോയിക് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നേച്ചുറൽ നിന്നുള്ള സൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുക്കൾ ഉണ്ടാക്കുന്ന സൗണ്ട്, അതിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ പട്ടിന്റെ ബോ ബോ എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കൂലേ. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ ആ ഓരോ സൗണ്ടിൽ നിന്നാണ് ഓരോ വേർഡ്സുകൾ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ബൂസ്, ഹിസ്, ഹിസ് നോക്കുക, മ്യാവ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ പിന്നെ ഓരോ ജന്തുക്കൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ഇതിൽ നിന്നൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ആ ഓരോ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ സുപ്പീരിയർ ടു അനിമൽ കമ്മ്യൂണിക്കേഷൻ. അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ പറ്റും, നമുക്ക് അനിമൽ കമ്മ്യൂണിക്കേഷനെ പോലെയല്ല, നമുക്ക് നമ്മളെ പിന്നെ തോട്ട്സ്, ഇമോഷൻസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് സുപ്പീരിയർ ടു അനിമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് 7 പോയിന്റ് അറിയാം. ഇപ്പം കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള 7 പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അപ്പൊ ഓക്കെ, അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത് ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് അത് ആക്കി കൊടുക്കാം, കത്തടിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടതാണ് കേട്ടോ, നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും? അപ്പം കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ്, ഒന്ന് വെർബലും രണ്ട് നോൺ വെർബലുമാണ്. വെർബൽ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് വേർഡ്സ്. വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വേർഡ്സിനെ കൊണ്ട് നമ്മൾ പറയാം അല്ലെ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് സിംബൽസ്, ജസ്റ്റേഴ്സ്, നമ്മൾ ഈ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് ഉള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആണ് നോൺ വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വേർഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ വേർഡ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാം, അല്ലെങ്കിൽ എഴുതി അറിയിക്കുക. ഇതൊക്കെയാണ് വെർബൽ. നോൺ വെർബൽ എന്ന എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് സിംബൽസ്, ജസ്റ്റേഴ്സ്. സിംബൽസും ജസ്റ്റേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് നോൺ വെർബൽ. മനസ്സിലായി വിചാരിക്കുന്നത്? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ പെട്ടെന്ന് പറയുമോ, ഇതൊരു എക്സാം റിലേറ്റഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഇതിന് കൂടുതൽ സമയമില്ല. നമുക്ക് ഓരോന്ന് ടോപ്പിക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം, എന്നിട്ട് ഇങ്ങനെ എണ്ണി പഠിക്കാം. ഓക്കെ. നമുക്ക് അടുത്ത വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്? ഒന്ന് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ട് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തെ മാസ് കമ്മ്യൂണിക്കേഷൻ, നാലാമത്തെ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഔർസെൽസ് ത്രൂ തോട്ട്സ് ആൻഡ് മോണോലോഗ്സ്. അതായത് നമ്മളോട് തന്നെ പറയാം, സെൻഡർ ആൻഡ് റിസീവർ സെയിം ആണ് ഇവിടെ.
അത് നമ്മോട് തന്നെ ഒരു ആശയവിനിമയം നടത്തല്ലേ, നമ്മൾ ഈ മോണലോഗ് ഒക്കെ ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാം, അതാണ് ഇന്റർപേഴ്സണൽ. ഇൻട്രാപേഴ്സണൽ പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ വിത്ത് ടു ഓർ മോർ പീപ്പിൾ, രണ്ടാൾക്കാർ, ടു ഓർ മോർ പീപ്പിൾ കൊണ്ട് പറയുന്നതാണ്, രണ്ടോ അതിലധികമോ ആൾക്കാരുമായിട്ടുള്ള ആശയവിനിമയമാണ് ഇൻട്രാ പേഴ്സണൽ. ഇൻട്രാ ഇന്റർ ഇതിലെ ഇൻട്രാ രണ്ടോ അതിലധികമോ, ഇന്റർ പറയുമ്പോൾ ഇന്റർ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് തന്നെ പറയാമെന്നത് മനസ്സിലാക്കുക. മൂന്നാമത്തേത് മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ മാസ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റേജ് ഷോ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മീഡിയ ഒക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതായത് ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് അവരും ഓഡിയൻസുമായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മീഡിയ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അയാൾ നേരിട്ട് കാണണോ, നമ്മൾ നേരിട്ട് അടുത്തൊന്നും അല്ലല്ലോ, നമ്മളോടല്ലല്ലോ, ഒരു മാസ് ആയിട്ടുള്ള ആൾക്കാരോടല്ലേ അവർ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാം. മാസ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് വെൻ ദ സെൻഡർ ആൻഡ് റിസീവർ ആർ സെപ്പറേറ്റഡ് ബൈ സ്പേസ്. ചെറിയൊരു സ്പേസ് ഉണ്ടാവും അവർ തമ്മിൽ എന്നുള്ള മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷൻ ത്രൂ മീഡിയ അതിന് എക്സാമ്പിൾ ആണെന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, ഇനി നാലാമത്തെ എക്സ്ട്രാ പേഴ്സണൽ. എക്സ്ട്രാ പേഴ്സണൽ ആണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ്. ഹ്യൂമനോട് നോൺ ഹ്യൂമൻ, നമ്മളിപ്പോ മൃഗങ്ങളോടൊക്കെ സംസാരിക്കലില്ലേ, അറിയുന്നോട് സംസാരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളത് എന്താണ്? എക്സ്ട്രാ പേഴ്സണൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മനുഷ്യനല്ലാത്തവരുമായിട്ടുള്ള സംസാരം എന്താണ്? എക്സ്ട്രാ പേഴ്സണൽ ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ അറിയാം. അത് 4 ടൈപ്പാണല്ലേ: ഇന്റർ പേഴ്സണൽ, ഇൻട്രാ പേഴ്സണൽ, മാസ്, പിന്നെന്താണ്? എക്സ്ട്രാ പേഴ്സണൽ. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്ക് പോകാം. വാട്ട് ആർ ദ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഫോംസ്? എന്താ ഫോംസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? 2 ഫോംസ് ആണുള്ളത്: ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വാക്കിനാലുള്ള കമ്മ്യൂണിക്കേഷൻ 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് വായനോട് പറയാം, 2 റിട്ടൺ ആയിട്ട് എഴുതി അറിയിക്കാം. അപ്പം വായനോട് പറയാന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ബൈ സ്പോക്കൺ ലാംഗ്വേജ്. സ്പോക്കൺ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെ എന്ത് പറയും? ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ റിട്ടൺ ഫോം. റിട്ടൺ ഫോമിൽ നമ്മൾ പറയുന്നതിനെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? വാട്ട് ആർ ദ, അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വാട്ട് ആർ ദ ഫോംസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഫോംസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ? വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്താ വെച്ചാൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അവിടെ വാക്കുണ്ടാവില്ല. അപ്പൊ എന്തായാലും സിംബൽസിനോടോ ജസ്റ്റേഴ്സിനോ അതിൽ ഒന്നാമത്തത് വിഷ്വൽ സിംബോളിക്കൽ പറയുന്നത് സിംബൽസിനോടോ ഡ്രോയിങ്സോ പ്ലക്കാർഡ്സോ ഇല്ലുസ്ട്രേഷനോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്കൽ എയ്ഡ്സ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയും? വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ ത്രൂ യൂസ് ഓഫ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രഷൻ. ജസ്റ്റേഴ്സ്, ആംഗ്യം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്. നമ്മളെ ബോഡി ലാംഗ്വേജ് നമുക്കിപ്പോൾ എന്തെങ്കിലും ദേഷ്യം ആയ നമ്മളെ ബോഡിയിൽ നിന്ന് മനസ്സിലാക്കും. നമ്മളെ എക്സ്പ്രഷൻ, നമ്മൾ ചൂടാവുന്നതിന്റെ എക്സ്പ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. മറ്റേ വിഷ്വൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ സിംബൽസിനോടോ ഡ്രോയിങ്സിനോടോ പ്ലക്കാർഡ്സിനോടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? വാട്ട് ആർ ദ ഫോംസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. അടുത്തത് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജിന്റെ റോൾ, കമ്മ്യൂണിക്കേഷന്റെ ലാംഗ്വേജിന്റെ റോളാണ് പറയുന്നത്. ലാംഗ്വേജിന്റെ റോൾ ഒന്നാമത്തെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്, രണ്ടാമത്തെ ലാബൽ ചെയ്യാന്നുള്ളതാണ്, മൂന്നാമത്തെ എന്താണ്? എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ സംതിങ് ബൈ ഡിസ്ക്രൈബിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ലാംഗ്വേജിന് മാത്രമേ ഒരു സാധനത്തിനെ പൂർണ്ണമായിട്ട് ഡിഫൈൻ ചെയ്യാം, നമ്മളതിനെ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് സാധനം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ലാംഗ്വേജിന് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആണെന്നുള്ളത് അത് മൊബൈൽ ഫോൺ ആണെന്നുള്ളത് പറഞ്ഞുതരാം ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ലാബൽ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ലാംഗ്വേജ് ഡിസ്ക്രൈബിംഗ് ക്യാരക്ടർ, അതിന്റെ സ്വഭാവങ്ങളൊക്കെ വിവരിക്കാൻ ലാംഗ്വേജിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ ലാബലിംഗ് എന്ന് പറഞ്ഞാൽ, ലാബലിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ, അതായത് ഒരു സ്ട്രിക്റ്റ് എന്ന് നമ്മളോട് ഒരാൾ പറയും. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രിക്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ എത്തുന്നത് ടീച്ചർ സാധാരണയായിട്ട് ടീച്ചർ എന്താണ് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടു ലാബൽ ഈസ് ടു ഡിസ്ക്രൈബ് സംവൺ ഓർ സംതിങ് ഇൻ എ വേർഡ് ഓർ എ ഫ്രേസ്. ഇൻ എ വേർഡിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ കൊണ്ടോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ലാബലിംഗ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. മൂന്നാമത്തെ എക്സ്പ്രഷൻ എന്താണ്? നമ്മുടെ തോട്ട്സോ ഫീലിംഗ്സോ ഇമോഷൻസോ നമ്മുടെ സംസ്കാരം ഇതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് വേണം ഇല്ലേ? ലാംഗ്വേജ് ഉണ്ടായാലല്ലേ നമുക്ക് നമ്മളെ തോട്ട്സ് ഒക്കെ, നമ്മുടെ ചിന്തകളോ അതുപോലെ നമ്മുടെ ഫീലിംഗ്സോ ഒക്കെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന് ലാംഗ്വേജ് വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ റിസപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ലാംഗ്വേജ് ഹെൽപ്പ് ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പിന്നെ ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാം. നമ്മൾ ഇൻഫർമേഷൻ, നമുക്ക് എന്തെങ്കിലും വിവരം മറ്റുള്ളവരോട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. ഓക്കെ, പിന്നെ ഫുൾഫിൽമെന്റ് ഓഫ് നീഡ്സ് എന്താണ്? ലാംഗ്വേജ് എയ്ഡ്സ് ടു ഫുൾഫിൽമെന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അതിന് ഇപ്പൊ എന്തെങ്കിലും സാധനം നമുക്ക് വാങ്ങാം, കടയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് തന്നെ വേണ്ടേ? നമുക്ക് അങ്ങനെയൊന്നും കാണിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ലാംഗ്വേജ് നമ്മൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. ഒരു ഉദാഹരണം എന്നാണ്. അപ്പം മനസ്സിലായി വിചാരിക്കണേ. ഭാഷ സഹായിക്കുന്നു. ഓക്കെ, പിന്നെ എന്റർടൈൻമെന്റിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോമഡി, നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു കോമഡി, ആ ഭാഷ മനസ്സിലാവാതെ നമുക്ക് ആ കോമഡി മനസ്സിലാവും ഇല്ലല്ലോ. അപ്പം ലാംഗ്വേജ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ്. ഇപ്പം ചൈനീസിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഷയിൽ, അറബിയിലൊക്കെ ഒരു കോമഡി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ അത് എന്താണ്? ഭാഷ, ലാംഗ്വേജ് ഹെൽപ്സ് ടു ക്രിയേറ്റ്
പ്രൊഡക്ഷൻ ദാറ്റ് എന്റർടൈൻ അസ്. അപ്പം ലാംഗ്വേജ് നമ്മളെ പിന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞത് ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യാൻ, ലാബിൽ ചെയ്യാൻ, എക്സ്പ്രഷൻ, അതുപോലെ തന്നെ റിസപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാനും വാങ്ങാനും ഇൻഫർമേഷൻ